ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം ഞങ്ങളിന്ന് കുറച്ച് കപ്പ ബിരിയാണി വെക്കുന്നുണ്ട്. കപ്പ ബിരിയാണി പറയുമ്പോൾ നിങ്ങൾ ബീഫായിരിക്കും ഉദ്ദേശിക്കുന്നുണ്ടാവുക, പക്ഷെ ഞങ്ങൾ ചിക്കൻ വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പം നമുക്കത് എങ്ങനെയാണ് വെക്കുന്നതെന്ന് കാണാം. അപ്പം അമ്മ ഇതാ ഇവിടെ കപ്പയൊക്കെ വേവിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം ഇതാ കപ്പ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പൊ കപ്പ പരിപാടി കഴിഞ്ഞു. ഇനി ചിക്കന്റെ പരിപാടിയിലേക്കാണ്. ചിക്കനിൽ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഗരം മസാല ഇതെല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിന്റെ കൂടെ തന്നെ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന വെളുത്തുള്ളി, ഉള്ളി, അതുപോലെ തന്നെ ഇഞ്ചി, പിന്നെ കറിവേപ്പില, പിന്നെന്താ കുറച്ച് പച്ച വെളിച്ചെണ്ണ, ഇതെല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് നന്നായിട്ട് മാരിനേറ്റ് ചെയ്ത് വെക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് കുരുമുളക് പൊടി കൂടി വിതറിയിട്ടുണ്ട്. അപ്പം ഇതും ഒന്ന് ഒരു 5 മിനിറ്റ് മാരിനേറ്റ് ചെയ്യാൻ വേണ്ടി വെക്കുന്നുണ്ട്. അടുത്തതായിട്ട് അടികട്ടിയുള്ള ഒരു പാത്രം എടുക്കുക. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം ഈ മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ മൊത്തത്തിൽ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കുക. അതിനുശേഷം വേവാൻ ആവശ്യമുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക. ആവശ്യത്തിന് ഉപ്പ് ഇട്ടിട്ട് നന്നായിട്ട് മൂടി വെച്ചിട്ട് വേവിക്കുക. അപ്പതാ നമ്മുടെ ചിക്കൻ ഇവിടെ വറ്റി വന്നിട്ടുണ്ട് കേട്ടോ. നല്ല അടിപൊളിയായിട്ട് സെറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി അതിൻ്റെ മേലെ കൂടെ കുറച്ച് കുരുമുളക് പൊടിയും കൂടി വിതറുക. അതിനുശേഷം നമ്മളിതാ ഈ കപ്പ ഇങ്ങോട്ട് ഉടച്ചെടുക്കാൻ പോവുകയാണ്. കപ്പ ഉടച്ചെടുത്തിട്ട് വേണം നമ്മുടെ ചിക്കനെ അതിലേക്ക് കൊട്ടാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ചിക്കനിലേക്ക് കപ്പയെ കൊട്ടാൻ വേണ്ടിയിട്ട്. നമ്മുടെ ചിക്കനും കപ്പയും കൂടി ഇതാ ഇവിടെ മിക്സ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. ഇതൊന്ന് മിക്സ് ചെയ്യാൻ കുറച്ച് പാടാണ്. എന്നാണ് നന്നായിട്ട് മിക്സ് ചെയ്ത് വരുമ്പോഴാണ് അതിൻ്റെ ആ ടേസ്റ്റ് വരിക. എന്നിട്ട് അതെന്ത് ചെയ്യണം, നമ്മൾ കുറച്ച് നേരം മാറ്റി വെക്കണം. അതിനുശേഷം മാത്രമേ കഴിക്കാവൂ. അപ്പോൾ ഗൈസ്, ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മളെ ഹൈപ്പും ചെയ്യാൻ മറക്കരുത്. അപ്പോൾ മറ്റൊരു വീഡിയോ കാണുന്നവരെ ബൈ. താങ്ക് യു. ലവ് യു ഓൾ.